സിൽവർ ലൈന് ബദലായി ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച 430 കിലോമീറ്റർ അതിവേഗ റെയിൽ ഇടനാഴി പദ്ധതി ഗൗരവമായി പരിഗണിച്ച് UDF സർക്കാർ. UDFിലും മന്ത്രിസഭയിലും പുതിയ അതിവേഗ റെയിൽ പദ്ധതി ഉടൻ ചർച്ച ചെയ്യാനാണ് നീക്കം. ഇ ശ്രീധരൻ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയതോടെയാണ് അതിവേഗ റെയിൽ പാതയ്ക്കുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യാൻ വിഭാവനം ചെയ്യുന്നതാണ് പദ്ധതി. സംസ്ഥാനത്തെ 4 വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്നതായിരിക്കും ഈ റെയിൽവേ ഇടനാഴി. സ്ഥലമേറ്റെടുപ്പ് കുറയ്ക്കുന്നതിനായാണ് പാതയുടെ 70% തൂണുകളിലൂടെയും 20% ഭൂഗർഭമായും നിർമ്മിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമിയുടെ അളവ് കുറവായത് നേട്ടമാകുമെന്ന വിലയിരുത്തലാണ് UDF സർക്കാർ ഉള്ളത്. പദ്ധതിയുടെ നിർമ്മാണത്തിനായി 86,000 കോടി മുതൽ 1 ലക്ഷം കോടി വരെയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ്. പദ്ധതിയുടെ ബദൽ റിപ്പോർട്ട് സർക്കാർ തന്നെ കേന്ദ്രത്തിന് നൽകാനാണ് ആലോചിക്കുന്നത്. CMRCയുടെ പിന്തുണയോടെയാണ് കേന്ദ്ര അനുമതി വേഗത്തിൽ ലഭ്യമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു.